പറയണം ഉമ്മമാരെ, പറയണം ഉമ്മമാരെ, ഇല്ലെങ്കിൽ നിന്നെ ഒന്നും അല്ലാഹു വെറുതെ വിടൂല. നിന്റെ കുടുംബത്തിന്റെ അകത്ത് അനാചാരങ്ങള്, പേക്കൂത്തുകള്, ഗാനമേളകള്, ചെണ്ടമേളങ്ങള്, പാൻഡുമേളയും പടച്ചവനെ പടക്കം പൊട്ടിയിരും എന്തെല്ലാം ഇതാണ് ചെയ്ത് കാണിക്കുന്നത്. ഇന്ന് റാലികളാടോ, അതാ പടച്ചവനെ സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം കൊടുക്കുന്നത് പോലെ പുതിയാപ്പളയെ എഴുന്നള്ളത്തിന് കൊണ്ടുവരുന്ന ആനയെ പോലെ പെണ്ണു വരുന്നു, ആണ് വരുന്നു. ഇതൊക്കെ ഇസ്ലാമിന് നാണം കെടുത്തുന്ന കാര്യമല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പ്രതികരിക്കണേ വാപ്പാ, പ്രതികരിക്കണേ വാപ്പാ. ഇത് പറയുമ്പോ നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്താ, കൂടെ കിടന്നവൾ ഒറ്റപ്പെടുത്തും, സ്വന്തം മക്കൾ ഒറ്റപ്പെടുത്തും, കൂടപ്പറപ്പുകൾ ഒറ്റപ്പെടുത്തും. നിനക്ക് പറയാൻ കഴിയുമല്ലോ, കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയ്, നാവ് കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നാവ് കൊണ്ട് തടയ്. ഇനി പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിലോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വെറുക്കു വാപ്പാ, വെറുക്കു പെങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇതിനൊന്നും എന്നെ കാണൂല. പള്ളിയിലെ നിക്കാഹിന് ഞാൻ ഉണ്ടാകും, അത് കഴിഞ്ഞാ പിന്നെ എന്നെ നിങ്ങൾ കാണൂല. അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റമുണ്ടായാൽ ഇന്ന് പലരും പറയും അവരായി, അവരുടെ പാടായി. എന്തിനാ നമ്മൾ മിണ്ടാതെ നടക്കുന്നത്? ഭാര്യ പറയുന്നു നിങ്ങൾ പറഞ്ഞാൽ അവര് കേൾക്കൂല, ഉമ്മ നിങ്ങൾ പറഞ്ഞാൽ അവരനുസരിക്കൂല. പല വാപ്പമാരും പറയും ഉസ്താദേ അത് മക്കള് ചെയ്തതാ. നാണമില്ലേ ഉപ്പാ, നാണമില്ലേ വാപ്പാ? അത് പറയുന്ന നിനക്ക് ലജ്ജയില്ലേ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വീടിന്റെ അകത്ത് അനാചാരം നടക്കുമ്പോ അത് പറഞ്ഞാ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും, എല്ലാവരും നിന്നെ കളിയാക്കും, നിനക്ക് ശത്രുക്കൾ ഒരുപാട് പേരുണ്ടാകും. കാര്യമാക്കണ്ട പെങ്ങള്, കാര്യമാക്കണ്ട ബാപ്പാ.